ഇപ്പം നമ്മൾ ലാസ്റ്റ് കുറേ ദിവസങ്ങളായിട്ട് റീൽസായിട്ടും അല്ലെങ്കിൽ ടിക്ടോക്കിലായിട്ടും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഷോർട്സിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. മോംസ് ആൻഡ് വൈബ്സ് എന്ന് പറഞ്ഞിട്ട് മത്താജർ ഗ്രൂപ്പ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്കിൽ രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെബ്സൈറ്റ് കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് നമ്മൾ ഹോസ്റ്റ് ചെയ്ത് അതിപ്പോൾ ആളുകൾക്കൊക്കെ അവൈലബിൾ ആണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ മോംസ് ആൻഡ് വൈബ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ചില ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് പിന്നെ നേരത്തെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്ത ആളുകൾക്ക് അവരെ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം ഒക്കെ നടക്കുന്നതാണ്. അങ്ങനെയല്ല ഇതുള്ളത് പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നുകൊണ്ട് ബേക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ അച്ചാർ ഉണ്ടാക്കുന്ന ആളുകൾ, പിന്നെ എയർ ഓയിൽ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അതേപോലെ ട്യൂഷൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ സംഗീതം പഠിപ്പിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ ആളുകൾ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്, കല്യാണത്തിനുള്ള മേക്കപ്പ്, ടൈലറിങ്, അതേപോലെ പിന്നെ ഇങ്ങനെ കുറേ കോൺസെപ്റ്റുകൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവരെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരെ സ്കില്ല് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമ്മൾ ഇതിന് www.momsandvibes.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ഇതെന്തിനാണ് നമ്മളിപ്പം ഹോസ്റ്റ് അല്ലെങ്കിൽ നമ്മളിത് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിങ്ങളെ നെയിം, അതേപോലെ നിങ്ങളെ ഫോൺ നമ്പർ, ഇമെയിൽ ID, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, ബാങ്ക് അക്കൗണ്ട് ഇല്ലേ, നിങ്ങളെ ജെൻഡർ ഏതാണ്, അതേപോലെ നിങ്ങൾക്കുള്ള സ്കില്ലുകൾ 175ഓളം സ്കില്ല് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ അതർ കൊടുത്തിട്ടുണ്ട്. അതറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനി നമ്മൾ ഈ ലിസ്റ്റിൽ വരാത്ത എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതുകൂടി രജിസ്റ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ലൊക്കാലിറ്റിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നും നിങ്ങളെ സ്കില്ല് എന്താണെന്നും നിങ്ങൾ എന്താണ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളതും. അപ്പോൾ ഇതാണ് രജിസ്ട്രേഷൻ്റെ ഒരു മെത്തേഡ്. ഇത് ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിപ്പോൾ കസ്റ്റമർ രജിസ്ട്രേഷൻ അല്ല ഇപ്പോൾ നടക്കുന്നത്, നമ്മളെ സ്കില്ലുള്ള ആളുകൾക്ക് സെല്ല് ചെയ്യേണ്ട ആളുകൾക്കുള്ള രജിസ്ട്രേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടാവണം, എന്നാലേ നമുക്കിത് സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ചുരിദാർ വിൽക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഫാഷൻ ഡ്രസ്സുകൾ വിൽക്കുന്ന ആൾക്കാരുണ്ട്, ടൈലറിങ്, ഇതൊക്കെ വിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കുറേ ഫോളോവേഴ്സ് ഉണ്ടാവണം, എന്നാലേ ഇത് ആളുകളിലേക്ക് എത്തുമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മളെ ലൊക്കേഷൻ, ഇപ്പം നമ്മൾ ദുബായ് അല്ലെങ്കിൽ കാലിക്കറ്റ് നമ്മളൊരു ഏരിയ കാണുകയാണെങ്കിൽ നമ്മളെ സർക്കിളിൽ 5 കിലോമീറ്റർ അല്ലെങ്കിൽ നമ്മളെ സർക്കിളിൽ 10 കിലോമീറ്റർ നമ്മളെ കപ്പാസിറ്റി, അവർക്ക് ഡെലിവറി ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രയാണോ ഉള്ളത് ആ ആളിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമർ മാത്രം കിട്ടുന്നൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന നേരം അവിടെ എന്ത് ചെയ്യും, നമുക്ക് ഒരു ബിസിനസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് കസ്റ്റമർക്ക് യൂസ് ചെയ്യാനും അതേപോലെ ഈ സ്കില്ലായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കും യൂസ് ചെയ്യാൻ ഒരു സിംഗിൾ മൊബൈൽ ആപ്ലിക്കേഷനാണ് വരിക. അത് ആൻഡ്രോയിഡിലുണ്ടാവും, iOS-ലുണ്ടാവും, ഹുവായിലുണ്ടാവും, എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഈ നമ്മളിപ്പോൾ ഒരു സ്കില്ലുള്ള ഒരാൾ ഇതിൻ്റെ അകത്തൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർട്ടൺ ഏരിയ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സർട്ടൺ ഏരിയയിൽ ഇത് ഷോ ചെയ്യും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഈസിലി കാണാൻ പറ്റും. അയാൾ ഇപ്പം ഏത് ലൊക്കേഷനിലാണോ നിൽക്കുന്നത് ആ ലൊക്കേഷനിലുള്ള പ്രൊഡക്റ്റുകൾ അയാൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് കേക്ക് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഇനി ട്യൂഷൻ ടീച്ചർ ആയിക്കോട്ടെ, എന്താണെങ്കിലും ആ നിയറസ്റ്റ് ലൊക്കേഷനിലുള്ള ആളുകൾക്ക് ഇത് കാണാൻ പറ്റും. ഇതായത് ഒരു മൾട്ടി സ്കിൽസുള്ള അതേ മൾട്ടി സ്കില്ല് സെല്ല് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇതിൻ്റെ വരുമാനം വരുത്താൻ, അതായത് ലേഡീസിന് വീട്ടിലിരുന്നുകൊണ്ട് അവരെ സ്കില്ല് ഷെയർ ചെയ്തിട്ട് കിട്ടുന്ന വരുമാനത്തിന് പുറമെ നമ്മൾ ആപ്ലിക്കേഷൻ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അവരെ വാലറ്റിലേക്ക് $10 ഈക്വൽ ആയിട്ടുള്ളൊരു ക്യാഷ് അവർക്ക് അവിടെ കിട്ടും. അതേപോലെ തന്നെ ഓരോ ഷെയർ ചെയ്ത് അവരപ്പുറത്തുള്ള, അതായത് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നിങ്ങളെ സെക്കൻഡ് ആൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് അയാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റെഫർ ചെയ്തതിൻ്റെ പേരിൽ $5 കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ്, നിങ്ങൾ ഈ സ്കില്ലുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്, ഓരോ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്നതിന് ആ പ്രൊഡക്റ്റ് ഞങ്ങൾ വെരിഫൈ ചെയ്യും. അത് ലിസ്റ്റ് ചെയ്യുന്നതിന് ഒരു $3 മുതൽ $5 വരെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് ഈ വാലറ്റിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റും. ഈ ആപ്പ് നമുക്ക് 2 ടൈപ്പിൽ യൂസ് ചെയ്യാം. ഒന്ന്, നമുക്ക് നോർമൽ കസ്റ്റമറായിട്ട് എൻ്റർ ചെയ്ത് നമ്മളിപ്പം നോർമലായിട്ട് കാണുന്ന ആപ്പുകൾ പോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് കാർട്ടിലിട്ട് ചെക്കൗട്ട് ചെയ്യാം. അതായത് വെണ്ടർക്ക് എത്തും. ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇത് നിങ്ങളെ ഈ സ്കിൽസുള്ള ആളുകൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന, അപ്പം ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അത് ഇൻ ബിറ്റ്വീൻ കസ്റ്റമറും അതേപോലെ നമ്മളെ സെല്ലറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതായത് കോട്ടേജ് ഇൻഡസ്ട്രി ചില ആളുകളുണ്ടാവും, കുടിൽ വ്യവസായമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചില ആളുകൾ ഇൻഡിവിജ്വലായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും, കസ്റ്റമറും ഈ ആളുകളും സെല്ലറും തമ്മിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ത്രെഡിൽ എക്സിലൊക്കെ നമ്മൾ റൈറ്റ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യല്ലേ, നമ്മൾ നേരത്തെ ട്വിറ്ററിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ
അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ലൊക്കേഷൻ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടിയ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ട് എഴുതാം. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടക്കാൻ പോവാണ്. ഈ ഇവൻറ്റിന് വേണ്ടി കാര്യങ്ങൾ ഇത്രയും സംഗതികൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റൈറ്റ് ചെയ്തിട്ട് നമ്മളെ ലൊക്കേഷനും അതിൻ്റെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളും അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ അല്ലെങ്കിൽ നിങ്ങളെ ആ സർക്കിളിൽ ആരൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, ഇപ്പം വീട്ടിൽ നിന്ന് നമ്മളെ കല്യാണക്കുറി അടിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ അതേപോലെ ഇവൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇവൻറ്റിൻ്റെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോരുത്തർക്ക് ഓരോ കഴിവുകൾ ഇതിൽ സ്കില്ല് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ഡയറക്റ്റായിട്ട് ഈ പുഷ് നോട്ടിഫിക്കേഷൻ പോവുകയും അയാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും അതിൽ നിങ്ങൾക്ക് കുറേ ആളുകൾ എടുത്തുന്ന ഒരു കോട്ട എടുത്തിട്ട് നല്ല ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇവൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് 2 ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയ മെത്തേഡുകൾ. ഇതൊക്കെ തന്നെയാണ് ബെനിഫിറ്റ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഇതിൻ്റെ അകത്ത് വാലറ്റിൽ ഒരു ക്യാഷ് ആഡ് ചെയ്യുന്നുണ്ട്. മാംസ് ആൻഡ് വൈബ്സ് എന്ന് പറഞ്ഞ കോയിൻ, ഒരു കോയിൻ ഈസ് ഈക്വൽ ടു $1 വാല്യൂ വരും. അപ്പം ഈ രീതിയിലാണ് നമുക്ക് ഓരോ കോയിനുകൾ ആളുകൾക്ക് കിട്ടുക. അത് അയാൾക്ക് എന്ത് ചെയ്യുക, ഒരു സർട്ടൺ എമൗണ്ട് ആവുന്ന നേരം വിഡ്രോ ചെയ്യുക അയാളെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. ഇത് കസ്റ്റമറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് കമ്പനിയും ഈ സെല്ലറുമായിട്ടുള്ള ബന്ധമാണ്. ഈ സെല്ലർക്ക് നമ്മൾ എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സൈഡിൽ നിന്ന് കൊടുക്കുന്നതാണ് ഈ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന $10. അതേപോലെ ഓരോ ആളുകൾക്ക് ഷെയർ ചെയ്ത് അവരെ കൊണ്ട് സൈനപ്പ് ചെയ്യുന്നവരെ കിട്ടുന്ന $5. അതേപോലെ ഓരോ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നവരെ കിട്ടുന്ന ബെനിഫിറ്റുകളൊക്കെ, ഇതൊക്കെ അയാളെ മാത്രം ബെനിഫിറ്റാണ്, സെല്ലറെ ബെനിഫിറ്റാണ്. അപ്പോൾ മാംസ് ആൻഡ് വൈബ്സിൻ്റെ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇത്രയും വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് തിരിയാതുണ്ട്, ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ക്ലാരിറ്റി വന്നിട്ടില്ലെങ്കിലൊക്കെ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കസ്റ്റമർ കെയർ കോൺടാക്ട് നമ്പർ അതേപോലെ നമ്മളെ വെബ്സൈറ്റൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എനിക്കറിയാം കുറേ ആളുകൾക്ക് ഇനിയും സംശയങ്ങൾ മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യും. ഓക്കെ.